യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ ജീവിതങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകട്ടെ. എബ്രായർ 13:6 പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ വന്നിരുന്നാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. ദൈവം ഈ ഒരു വലിയ ശക്തിയും അധികാരവും നമുക്ക് തന്നിരിക്കുന്നുണ്ട്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രശ്നങ്ങളെ നോക്കി ശാസിക്കുമ്പോൾ പ്രശ്നങ്ങൾ നമ്മളെ വിട്ടുപോകും. പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുവൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്ന് വചനം പറയുന്ന പോലെ നമ്മൾ പിശാചിനോട് എതിർക്കുമ്പോൾ അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. അതുകൊണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ട് കുറുക്കു വഴികളും ദൈവത്തെ വിട്ടുകളഞ്ഞ് പോയിട്ട് വേറെ വഴികൾ അന്വേഷിക്കുകയല്ല ചെയ്യേണ്ടത്. ആ പ്രശ്നത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാസിക്കണം. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ആഭിചാരം ഇസ്രായേലിന് പറ്റുകയില്ല. ലക്ഷണവിദ്യ അവൻ്റെ കൂടാരത്തിനടുത്ത് വരികയുമില്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നമ്മളിപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവമക്കളുടെ ജീവിതത്തിൽ വ്യാപരിച്ചിരിക്കുന്ന അന്ധകാര ശക്തികൾ ഗൂഢോത്രം പൊളിഞ്ഞു മാറട്ടെ, ആഭിചാരങ്ങൾ വിട്ടുപോകട്ടെ, മന്ത്രവാദത്തിൻ്റെ ശക്തികളെല്ലാം എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്നിപ്പോൾ കൽപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രശ്നങ്ങളെ ശാസിച്ചാൽ പ്രശ്നങ്ങൾ നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് പ്രശ്നം മാറാൻ വേണ്ടി സാത്താൻ്റെ പാർട്ടിയിൽ ചേരുകയല്ല വേണ്ടത്, സാത്താൻ്റെ കൂടെ നിൽക്കുകയല്ല വേണ്ടത്, സാത്താൻ്റെ വഴികളിൽ പോകുകയല്ല വേണ്ടത്. അവനോട് എതിർത്ത് നിൽക്കണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രശ്നത്തെ ശാസിച്ചാൽ പ്രശ്നം നമ്മളെ വിട്ടു പോകും. ദൈവം ഉള്ള ഒരു സ്ഥലത്ത് പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നത് പിശാചാണ്. അവനെ നമ്മൾ ശാസിക്കണം. യേശു കർത്താവും ശിഷ്യന്മാരും കൂടെ പടകിൽ പോയ സമയത്ത് പോലും വലിയ തിരമാല പൊങ്ങി, വലിയ കൊടുങ്കാറ്റടിച്ചു. അത് മുങ്ങുമാറായപ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റ് അതിനെ ശാസിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുമ്പോൾ സകലവും വിട്ടുപോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തെ വ്യാപരിച്ചിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടാത്മസേനകളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ച് പുറത്താക്കളയുന്നു. ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്നും അവരുടെ കുടുംബങ്ങളിൽ നിന്നും എല്ലാ ആഭിചാരവും മന്ത്രവാദവും ഗൂഢോത്രവും എല്ലാം പൊളിഞ്ഞു മാറട്ടെ. എല്ലാ പിശാചിൻ്റെ ശക്തികളും പിശാചിൻ്റെ എല്ലാ പദ്ധതികളും പാഴും ശൂന്യമായിട്ട് പോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഞങ്ങൾ പിശാചിൻ്റെ മേൽ ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സാക്ഷി വചനത്താലും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലും ഞങ്ങൾ പിശാചിൻ്റെ മേൽ ജയമെടുക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.